ഹലോ നമസ്കാരം. കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സബ് ഇൻസ്പെക്ടർ ട്രെയിനി ആയിട്ടുള്ള വേക്കൻസി വന്നിട്ടുണ്ട്. ഗ്രാജുവേഷൻ ഉള്ളവർക്കേ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ആദ്യം ഞാൻ പറഞ്ഞോട്ടെ. ഇല്ലെങ്കിൽ 10 12 ഒക്കെ തുറന്ന അവസാനം വരെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ പറയും ഇത് നേരത്തെ പറയണ്ടേ. അതുകൊണ്ടാണ് SIയുടെ പോസ്റ്റാണ്. അപ്പം നിങ്ങൾ ഗ്രാജുവേഷൻ ഉള്ളവർക്കേ ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. കേരള സർക്കാരിന്റെ കീഴിൽ കേരള പോലീസിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഇതൊരു സുവർണ അവസരമാണ്. കേരള സിവിൽ പോലീസ് വകുപ്പ് ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ, അതായത് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. മിനിമം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് പോലീസ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കായി മൊത്തം ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ഇതുവരെ എത്രയുണ്ടെന്ന് പറയുന്നില്ല. ആ ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ അപേക്ഷ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കുന്നത്. അപ്പം ഓൺലൈനായിട്ട് എങ്ങനെ അപേക്ഷിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഇതിന് വേണ്ട ക്രൈറ്റീരിയ എന്താ, ഫിസിക്കൽ ക്രൈറ്റീരിയ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, ക്വാളിഫിക്കേഷൻ ഡിഗ്രി എന്ന് പറഞ്ഞ് എന്നാലും എത്ര മാർക്ക് വേണം എന്തെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണുക. മൊത്തം കണ്ടിട്ട് കാണുന്നതിന് മുന്നേ നിങ്ങൾ ഇത് കണക്കുള്ള വേക്കൻസികൾ വരുമ്പോൾ തന്നെ അത് നിങ്ങളുടെ മുന്നിൽ എത്തുവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ 10 വേക്കൻസിയുടെ ഞാൻ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരുപക്ഷെ ആ 10ഉം കണ്ടാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പോസ്റ്റ് ആയിരിക്കത്തില്ല അത്. അപ്പൊ നിങ്ങൾ അത് തള്ളിക്കളയും. ശരി, പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അത്യാവശ്യമായ ഒരു വേക്കൻസി ഞാൻ അതിന്റെ ഒരു വീഡിയോ ഇടാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് 10 വീഡിയോ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് അത് വലിയൊരു കാര്യമായിരിക്കും. കാര്യം നിങ്ങൾ ആഗ്രഹിച്ച, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ് ആരെങ്കിലും ആഗ്രഹിച്ചാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു വേക്കൻസിയാ വരുന്നെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേക്കൻസി വരുന്നതനുസരിച്ച് നിങ്ങളെ എനിക്ക് അത് അറിയിക്കാൻ പറ്റും. അപ്പൊ ഈ SI പോസ്റ്റിനുള്ള അപേക്ഷ നമ്മൾ സമർപ്പിക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലൂടെയാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് വിവരിക്കുന്നുണ്ട്. ശരി, എന്നാൽ നമുക്ക് എങ്ങനെയാണ് ഇതിനെ അപേക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി റിക്രൂട്ട്മെന്റ് 2025 അപ്ലൈ ത്രൂ കേരള PSU ഓൺ വൺ ടൈം പ്രൊഫൈൽ. ഞാൻ നേരത്തെ പറഞ്ഞത് അത് വൺ ടൈം പ്രൊഫൈലായിട്ടു ഓൺലൈനായി 2024 ഡിസംബർ 30 മുതൽ 2025 ജനുവരി 29 വരെ അപേക്ഷിക്കാം. അപ്പൊ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നത് ഈ 30-ാം തീയതി തൊട്ട് ഇത് തുടങ്ങി. ഇതിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങളെ. അപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും എങ്ങനെ അപേക്ഷിക്കുന്നെന്ന്. അപ്പൊ ആ ഓൺലൈനായിട്ട് നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്ക് അവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ആണ്. 30-ാം തീയതി തൊട്ട്, ഈ ഡിസംബർ 30 തൊട്ട്, ഇന്നലെ തൊട്ട് ഇത് ഓപ്പൺ ആണ്. ഇത് ജനുവരി 29 വരെ നിങ്ങൾക്ക് ഈ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. ഇനി ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത്. സ്ഥാപനത്തിന്റെ പേര് കേരള സിവിൽ പോലീസ് വകുപ്പാണ്. ജോലിയുടെ സ്വഭാവം കേരള ഗവൺമെന്റ്. റിക്രൂട്ട്മെന്റ് ടൈപ്പ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. കാറ്റഗറി നമ്പർ 510 2024 512 2024. ഇതാണ് ഈ കാറ്റഗറിയുടെ നമ്പർ. നിങ്ങൾക്ക് ചിലർ ഞാൻ വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ചോദിക്കുന്നത് ഇത് ഉഡായിപ്പാണോ എന്ന്. ഒരിക്കലും ഞാൻ ഉഡായിപ്പിന്റെ വീഡിയോ ഇടാറില്ല. കാര്യം അത് ഞാനും ആദ്യം അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ടേ ഞാൻ അത് ഇടാറുള്ളൂ. കാര്യം കാണുന്നവർക്കും അത് ബോധ്യപ്പെടണം. പക്ഷെ എന്നാലും ചിലർക്ക് ചില സംശയമുണ്ട്. പട്ടികയുടെ പേര് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി. ഒഴിവുകളുടെ എണ്ണം ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ഇതുവരെ അത് എത്രയുണ്ടെന്നുള്ളത് പറയുന്നില്ല. ജോബ് ലൊക്കേഷൻ ആൾ ഓവർ കേരള. ജോലി ശമ്പളം എത്രയാണെന്ന് വെച്ചാൽ 45,600 തൊട്ട് 95,600 വരെ. അതായത് 45,600 തൊട്ട് 95,600 വരെയാണ്. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനാണ്. ഇത് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഗസറ്റിൽ വന്ന തീയതിയാണ് ഡിസംബർ 30, 20. ഇന്നലെ ഗസറ്റിൽ വന്ന തീയതി ഇന്നലത്തെയാണ് അവർ പറയുന്നത്. ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ഈ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം.
ഈ വെബ്സൈറ്റ് വെച്ചാണ് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ നിങ്ങൾ കോപ്പി ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ട് ഇത് കണക്ക് നിങ്ങൾ അവിടെ എൻട്രി ചെയ്താലും മതി. ഇതാണ് ഇവിടെ നിങ്ങൾ കോപ്പി ചെയ്താൽ മതി. കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്താലും മതി. ഇല്ലെങ്കിൽ ഇതൊരു പേപ്പറെ എടുത്തിട്ട് ഗൂഗിൾ ക്രോം തുറന്നിട്ട് അവിടെ ഇത് ഫീഡ് ചെയ്താൽ മതി. ഗൂഗിൾ ക്രോമിന്റെ വാറിൽ ഇത് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് അവരുടെ വെബ്സൈറ്റ് തുറക്കും. നിങ്ങളപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നാണെന്നായി പറയുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ആയിരിക്കണം. ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ മിനിമം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബിലോ. അതായത് ആണുങ്ങൾക്കാണെങ്കിൽ ഹൈറ്റ് 165.10 സെന്റിമീറ്റർ. ഫോർ SC/ST കാൻഡിഡേറ്റ് 160.02 സെന്റിമീറ്റർ മതി. ചെസ്റ്റ് മെഷർമെന്റ് 81.28 സെന്റിമീറ്റർ. ചെസ്റ്റ് എക്സ്പാൻഷൻ 5.08 സെന്റിമീറ്റർ. ഫോർ വുമൻ ഹൈറ്റ് 160 സെന്റിമീറ്റർ. ഫോർ SC/ST കാൻഡിഡേറ്റ് 155 സെന്റിമീറ്റർ. ഇതിന്റെ എല്ലാം നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് പോയാൽ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ പോവുക. അവിടെ ഇതിനെക്കാട്ടി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് ഇതിന്. ഇതുവരെ നമ്മൾ പലതും അപേക്ഷിച്ചത് ഇതൊന്നും ഇല്ലാതായിരുന്നു. നമ്മൾ ആർമിയുടെ വരെ ഫിസിക്കൽ ടെസ്റ്റ് ഇല്ലാത്തത് നമ്മൾ അപേക്ഷിച്ച്. ആൾ കാൻഡിഡേറ്റ് മസ്റ്റ് ക്വാളിഫൈ ഇൻ any of the 5 events out of the 8 events specified below of the National Physical Efficiency 1-star standard ടെസ്റ്റിൽ 8 ഇവന്റ്സ് ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾ കുറഞ്ഞത് 5 എങ്കിലും നിങ്ങൾ പാസ്സായാലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എന്താ പറയുന്നത്? ഇവിടെ പറയുന്ന ഏതൊക്കെയാ ഇത് നിങ്ങൾ നോക്കണം. 100 മീറ്റർ റൺ 14 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ റൺ. ഹൈ ജമ്പ് 132.20 സെന്റിമീറ്റർ. ലോങ് ജമ്പ് 457.20 സെന്റിമീറ്റർ. പുട്ടിംഗ് ദ ഷോട്ട്, ത്രോയിങ് ദ ക്രിക്കറ്റ് ബാൾ 96 സെന്റിമീറ്റർ. റോപ്പ് ക്ലംബ്ലിംഗ് ഒളി വിത്ത് ഹാൻഡ്സ് 365.80. ഇത് നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ ഒന്ന് ശ്രദ്ധിച്ചോണം. എല്ലാം പറയാൻ പോയ വീഡിയോ നീണ്ടുപോകും. ഇനി ലേഡീസിന് അല്പം ഒരു മാറ്റമുണ്ട്. ആൾ ദ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ക്വാളിഫൈ ഇൻ എനി ഓഫ് ദ 5 ഇവന്റ്സ് ഔട്ട് ഓഫ് ദ 9 ഇവന്റ്സ് specified below of the National Physical Efficiency 1-star standard test for women. പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് 9 ഇവന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ 5 ഇവന്റ്സ് നിങ്ങൾ പാസ്സായാൽ മതി. 5 ഇവന്റ്സ്. അപ്പം എന്നാലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇനി ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. നിങ്ങൾ കൂടുതൽ കാണാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ ഞാൻ ഇവിടെ തന്നിരിക്കുന്ന ഈ ലിങ്ക് ഉണ്ടല്ലോ, ഇത് നോട്ടിഫിക്കേഷൻ ലിങ്കായി. ഇത് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷന്റെ താഴെയും തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ക്ലിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ കോപ്പി ചെയ്ത് അവിടെ ഗൂഗിൾ ക്രോമിൽ പോയി പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും. ആ നോട്ടിഫിക്കേഷന് നിങ്ങൾ ക്ലിയർ കട്ടായിട്ട് നോക്കുക. നിങ്ങൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവര് ആദ്യം നിങ്ങൾ നോട്ടിഫിക്കേഷൻ ശരിയായിട്ട് നോക്കുക. കാര്യം ഞാൻ പറയുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ എന്റെ വീഡിയോ കൂടിപ്പോയാൽ പിന്നെ അതിന് കമന്റ് വരും, ഒരുപാട് വലിച്ചു നീട്ടണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്ക് എനിക്കധികം പറയുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ നോട്ടിഫിക്കേഷന് പോകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നവും വരത്തില്ല. നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അത് നല്ല കണക്ക് പഠിച്ചിട്ട് അതിന്റെ തയ്യാറെടുത്തിട്ട് സമയമുണ്ട് 29 ജനുവരി വരെ, അതായത് അടുത്ത വർഷം ജനുവരി 29 വരെ ഇതിന്റെ സമയമുണ്ട്. അപ്പോഴത്തേക്ക് നിങ്ങൾ നല്ല കണക്ക് തയ്യാറെടുത്തിട്ട് 1-2 പ്രാവശ്യം നിങ്ങൾ അത് അനലൈസിസ് ചെയ്തിട്ട് നിങ്ങൾ അപേക്ഷിക്കാവുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാ ഇത് അപേക്ഷിക്കാമെന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നത്. കാര്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടുകൂടി എത്ര പേര് കൂടുന്നോ അത്രയും പേർക്ക് എനിക്ക് ഈ ഒരു അതായത് വേക്കൻസി വരുമ്പോൾ അവരുടെ മുന്നിൽ എത്തിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. ശരി, എന്നാൽ ഓക്കെ, നമുക്ക് എങ്ങനെ ഇത് അപേക്ഷിക്കുന്നുള്ള അതിന്റെ ആ കാര്യത്തിലേക്ക് കിടക്കാം. PSCയിലേക്ക് പോകുവാനുള്ള അല്ലെങ്കിൽ PSC വഴി നമുക്ക് അപ്ലൈ ചെയ്യുവാനുള്ള അവിടേക്ക് പോകാനുള്ള ലിങ്ക് ഇതാണ്. ഇവിടുന്ന് ആപ്ലിക്കേഷൻ ലിങ്ക്. ഇവിടുന്ന് നിങ്ങൾ ഇത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടുന്ന് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് എടുത്ത്
അവിടെ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുക, ഇത് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ഇതേ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇവരുടെ ഈ വെബ്സൈറ്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞ്, അപ്പൊ ഈ വെബ്സൈറ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ അവർ പറയുന്നുണ്ട് അവിടെ വൺ ടൈം രജിസ്ട്രേഷൻ ലോഗിൻ ആണ്. അപ്പൊ വൺ ടൈം ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ പാസ്വേഡും യൂസർ നെയിം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും തുറന്ന് ഇതിനകത്ത് വേറെ വരുന്ന വേക്കൻസികളും നോട്ടിഫിക്കേഷൻ കാണുകയും അതിന് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. അപ്പോഴത്തേക്ക് ഇവിടെ വൺ ലൈൻ, ഇവിടെ ഇത് കണ്ടോ, ഇവിടെ വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഇതിലേക്കാണ് വരുന്നത്. ഞാൻ ഇച്ചിരി വലുതായിട്ട് കാണിക്കാം. ഇങ്ങനെ യൂസർ ഐ ഡി ഇവിടെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നേരത്തെ PSCയിൽ ഏതെങ്കിലും കാര്യത്തിന് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡ് വിടുക. ഇല്ല, നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ അങ്ങനെ നേരത്തെ ഇതിനകത്ത് നമ്മുടെ PSC വഴിയുള്ള അപേക്ഷകളൊന്നും അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ, ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഉണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്ത് പണ്ട് വല്ലോ കാലത്തുമാണ് നിങ്ങൾ ചെയ്തെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ ആ പാസ്വേഡ് ഓർക്കുന്നില്ലെങ്കിൽ, യൂസർ നെയിം നിങ്ങൾ ഓർക്കുന്നുണ്ട്, പാസ്വേഡ് ഓർക്കുന്നില്ലെങ്കിൽ ഇവിടെ ഈ ഫൊർഗെറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്യാം. അതല്ല, നിങ്ങൾ ഇതിനകത്ത് ഇതുവഴി ഈ PSC വഴി ആപ്ലിക്കേഷൻ അയച്ചിട്ടില്ലെങ്കിൽ ഈ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ന്യൂ രജിസ്ട്രേഷൻ എന്ന് എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു പേജിലേക്ക് നമ്മൾ വരും. അപ്പൊ ഇവിടെ ഇമെയിൽ ഐ ഡിയുടെയും പിന്നെ മൊബൈൽ നമ്പറിന്റെ ഈ രണ്ട് നിങ്ങൾ നോക്കണം. ഇവിടെ ഈ രണ്ട് കാര്യം നിങ്ങൾ നോക്കണം. ഇവിടെ ഇമെയിൽ ഐ ഡി നിങ്ങളുടെ ഒരു കൺസെന്റ് ആയിരിക്കണം. കൺസെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി ആയിരിക്കണം മറ്റുള്ളവരുടെ കൊടുക്കൽ. കാര്യം ഇത് പിന്നെ ഇതിനകത്ത് OTP വരുന്നത് കണക്ക് തന്നെ പിന്നുള്ള ഇൻഫോർമേഷൻ ഒക്കെ ഇതിനകത്ത് വരും. അപ്പൊ നിങ്ങൾക്കത് ഉപകരിക്കും. അത് കണക്ക് തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കണം. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങളുടെ സ്വന്തമായിരിക്കണം. അത് കണക്ക് തന്നെ മൊബൈൽ നമ്പരും. ഇവിടെ നെയിം എഴുതണം. ഇവിടെ ഒരിക്കൽ കൂടി നെയിം എഴുതണം. പിന്നെ ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതണം. പ്ലീസ് സെൻഡ് യുവർ ഡേറ്റ് ഓഫ് ബർത്ത് എഗൈൻ. പിന്നെ ഒന്നുകൂടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതണം. അതായത് ഈ ഈ മാർക്ക് കാണുന്നത് മോഡറേറ്ററെ നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളത്, അല്ലെങ്കിൽ ആ മുന്നിലോട്ട് പോകത്തില്ല അത്. അപ്പോഴത്തേക്ക് ജെൻഡർ എന്നാണെന്ന് വെച്ചാൽ ഇവിടെ എഴുതണം. ഫാദേഴ്സിനെയും മദേഴ്സിനെയും എല്ലാവരും ചോദിക്കുന്നത് എന്നാണെന്ന് വെച്ചാൽ കൊടുത്താൽ മതി. നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ അറിവുള്ളവരാ. കാര്യം ഗ്രാജുവേഷൻ ആയിരിക്കുമല്ലോ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നത്. റിലീജിയൻ എന്നാണെന്ന്, കാസ്റ്റ് എന്നാണെന്നുള്ളത്, സബ് കാസ്റ്റ് എന്നാണെന്നുള്ളത്. റിലീജിയൻ ഞാൻ ക്രിസ്ത്യൻ എന്നിട്ട്, ഇപ്പൊ ക്രിസ്ത്യൻ എന്ന് ഞാനിട്ട് ഇവിടെ അടുത്തത്. അപ്പൊ ഇവിടെ എന്നാ വരുമെന്ന് നോക്കണം. എന്തോട്ടെ, ഈ ക്രിസ്ത്യൻ AG ആണോ, കൺവേർട്ടഡ് ആണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം ഇവിടെ വരും. അതനുസരിച്ച് ഇവിടെ വരും. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങളുടെ ആദ്യം ഇപ്പൊ ക്രിസ്ത്യൻ എന്നുള്ള, അല്ലെങ്കിൽ അത് ഹിന്ദു ആയിരിക്കും. ഇവിടെ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അത് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഹിന്ദു ഉണ്ട്, ഇസ്ലാം ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, അതർ ഉണ്ട്, നോ റിലീജിയൻ ഡേയും ഉണ്ട്. അപ്പൊ അതനുസരിച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ID പ്രൂഫ്, നിങ്ങളുടെ ID പ്രൂഫ് എന്നാണെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ID പ്രൂഫ് കൊടുക്കുക, ആധാർ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, OTP കൊടുക്കുക. OTP എഴുതുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാനത് ചെയ്യാത്തതുകൊണ്ട് മുന്നിലോട്ട് പോകുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇതിനകത്ത് ആ നോട്ടിഫിക്കേഷനിലെത്തും. നോട്ടിഫിക്കേഷൻ തുറന്ന് അതിനകത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഇതിന്റെ കാര്യങ്ങൾ. ഓക്കെ, best of luck all of you.